ഹലോ എവരിവൺ, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓട്ടോമൊബൈൽ ഇഗ്നീഷ്യൻ സിസ്റ്റത്തിൽ നിന്ന് PSC ചോദിച്ച പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫംഗ്ഷൻ ഓഫ് ദ കപ്പാസിറ്റർ ഇൻ എ കോയിൽ ഇഗ്നീഷൻ സിസ്റ്റം ഈസ് ടു. ഓപ്ഷൻ എ, ട്രാൻസ്ഫോം ദ വോൾട്ടേജ്. ഓപ്ഷൻ ബി, ആക്ട് ആസ് എ മെക്കാനിക്കൽ സ്വിച്ച്. ഓപ്ഷൻ സി, പ്രിവെൻറ്റ് ആർക്കിംഗ് അറ്റ് ദ കോണ്ടാക്ട് ബ്രേക്കർ. ഓപ്ഷൻ ഡി, ഡയറക്റ്റ് ദ കറണ്ട് ടു ദ അപ്രോപ്രിയേറ്റ് പ്ലഗ്. ഒരു കോയിൽ ഇഗ്നീഷ്യൻ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ബാറ്ററി ഇഗ്നീഷ്യൻ സിസ്റ്റത്തിലെ കപ്പാസിറ്ററിൻ്റെ ഫംഗ്ഷൻ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഈ തന്നിരിക്കുന്നത് ഒരു കോയിൽ ഇഗ്നീഷ്യൻ സിസ്റ്റത്തിൻ്റെ സ്കീമാറ്റിക് ഡയഗ്രാമാണ്. കോയിൽ ഇഗ്നീഷ്യൻ സിസ്റ്റത്തിൻ്റെ മെയിൻ കമ്പോണൻസ് ബാറ്ററി, ഇഗ്നീഷ്യൻ കോയിൽ, കോണ്ടാക്ട് ബ്രേക്കർ, കപ്പാസിറ്റർ, ഡിസ്ട്രിബ്യൂട്ടർ ആൻഡ് സ്പാർക്ക് പ്ലഗ്. ഇത്രയുമാണ് ഒരു കോയിൽ ഇഗ്നീഷ്യൻ സിസ്റ്റത്തിൻ്റെ മെയിൻ കമ്പോണൻസ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ വർക്കിംഗ്, നമ്മൾ ഇഗ്നീഷ്യൻ സ്വിച്ച് ക്ലോസ് ചെയ്ത് എൻജിൻ ക്രാങ്ക് ചെയ്യുമ്പോൾ കോണ്ടാക്ട് ബ്രേക്കർ സ്വിച്ച് എപ്പോഴാണ് ക്ലോസ് ചെയ്യുന്നത്, ആ സമയത്ത് പ്രൈമറി വൈൻഡിങ്ങിലൂടെ ഒരു ലോ വോൾട്ടേജ് കറണ്ട് പാസ് ചെയ്യും. ഈ പ്രൈമറി വൈൻഡിങ്ങിലൂടെ ലോ വോൾട്ടേജ് കറണ്ട് പാസ് ചെയ്യുമ്പോൾ അതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. ഇനി ഈ കോണ്ടാക്ട് ബ്രേക്കർ ഒരു റൊട്ടേഷനിൽ മൾട്ടിപ്പിൾ ടൈംസിൽ ഈ സർക്യൂട്ട് ബ്രേക്ക് ചെയ്യും. അതായത് ഡിപ്പെൻഡിങ് അപ്പോൺ ദ നമ്പർ ഓഫ് സിലിണ്ടേഴ്സ്. 4 സിലിണ്ടർ എഞ്ചിനാണെങ്കിൽ ഒരു റവല്യൂഷനിൽ 4 തവണ ഈ കോണ്ടാക്ട് ബ്രേക്കർ സർക്യൂട്ട് ബ്രേക്ക് ചെയ്യും. ഇങ്ങനെ കോണ്ടാക്ട് ബ്രേക്കർ സർക്യൂട്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ ഈ പ്രൈമറി കോയിലിലെ മാഗ്നറ്റിക് ഫീൽഡ് പെട്ടെന്ന് കൊളാപ്സ് ആവും. അതുകൊണ്ട് തന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ കാരണം സെക്കൻഡറി കോയിലിൽ ഒരു ഹൈ വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഹൈ വോൾട്ടേജ് ഡിസ്ട്രിബ്യൂട്ടർ റോട്ടറിൻ്റെ സെൻറ്ററിലേക്കാണ് എത്തുന്നത്. ഈ ഡിസ്ട്രിബ്യൂട്ടർ റോട്ടർ ഫയറിംഗ് ഓർഡർ അനുസരിച്ചിട്ട് ഈ ഹൈ വോൾട്ടേജ് ഡിഫറെൻറ്റ് സ്പാർക്ക് പ്ലഗിലേക്ക് സപ്ലൈ ചെയ്യും. അവിടെ ഒരു സ്പാർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഇഗ്നീഷ്യൻ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. ഇനി ഈ ഇഗ്നീഷ്യൻ സിസ്റ്റത്തിൽ കപ്പാസിറ്ററിൻ്റെ ഫംഗ്ഷൻ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഈ ഇഗ്നീഷ്യൻ സിസ്റ്റത്തിൽ കോണ്ടാക്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ ബ്രേക്കറിൻ്റെ ടെർമിനൽസിൻ്റെ ഇടയിൽ ഇലക്ട്രിക് ആർക്ക് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഇലക്ട്രിക് ആർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നത് കോണ്ടാക്ട് ബ്രേക്കറിൻ്റെ ബ്രേക്കർ പോയിൻറ്റ്സിന് ഇടയിലുണ്ടാകുന്ന ഇലക്ട്രിക് ആർക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഈ സർക്യൂട്ട് ബ്രേക്കറിൻ്റെ ടെർമിനൽസുകൾക്കിടയിൽ ഇങ്ങനെ ആർക്ക് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സഡൻ കൊളാപ്സ് നടക്കില്ല. അതുകൊണ്ട് തന്നെ സെക്കൻഡറിയിൽ ഉണ്ടാകുന്ന വോൾട്ടേജ് കുറവായിരിക്കും. പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പാർക്ക് വളരെ വീക്കർ സ്പാർക്ക് ആയിരിക്കും. അപ്പോൾ കപ്പാസിറ്റർ യൂസ് ചെയ്യുമ്പോൾ സഡൻ കൊളാപ്സ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് നടക്കും. അതുകൊണ്ട് തന്നെ സെക്കൻഡറിയിൽ ഉണ്ടാകുന്ന വോൾട്ടേജ് വളരെ ഹയർ വോൾട്ടേജ് ആയിരിക്കും. സ്ട്രോങ്ങർ സ്പാർക്ക് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ സി, പ്രിവെൻറ്റ് ആർക്കിംഗ് അറ്റ് ദ കോണ്ടാക്ട് ബ്രേക്കർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പാർട്ട് ഓഫ് എൻ ഇഗ്നീഷ്യൻ സിസ്റ്റം വിച്ച് ട്രാൻസ്ഫോം ദ വോൾട്ടേജ് ഫ്രം 12 വോൾട്ട് ടു മോർ ദാൻ 900 വോൾട്ട് ഈസ് ദ ഡാഷ്. ഓപ്ഷൻ എ, കോണ്ടാക്ട് ബ്രേക്കർ. ഓപ്ഷൻ ബി, കപ്പാസിറ്റർ. ഓപ്ഷൻ സി, ഡിസ്ട്രിബ്യൂട്ടർ. ഓപ്ഷൻ ഡി, കോയിൽ. നമുക്കറിയാം ബാറ്ററിയിൽ നിന്നുള്ള 12 വോൾട്ടിനെ ഹൈ വോൾട്ടേജ് ആക്കി മാറ്റുന്നത് ഇഗ്നീഷ്യൻ കോയിലാണ്. ആൻസർ ഓപ്ഷൻ ഡി. ഇഗ്നീഷ്യൻ കോയിലിൽ ഒരു അയൺ കോറിന് അറൗണ്ടായിട്ട് വൈൻഡ് ചെയ്ത 2 വൈൻഡിങ് ആണ് ഉണ്ടാവുക. പ്രൈമറി വൈൻഡിങ്ങും സെക്കൻഡറി വൈൻഡിങ്ങും. പ്രൈമറി വൈൻഡിങ്ങിൽ 200 മുതൽ 300 ടേൺസ് ആണ് ഉണ്ടാവുക. അത് 20 SWG തിക്നെസ് ഉള്ള വയർ കൊണ്ടാണ് സാധാരണ മാനുഫാക്ചർ ചെയ്യുക. അതുപോലെ തന്നെ സെക്കൻഡറി വൈൻഡിങ്സിൽ അറൗണ്ട് 21,000 ടേൺസ് വരെ ഉണ്ടാവും. 40 SWG തിക്നെസ് ഉള്ള വയറാണ് യൂസ് ചെയ്യുക. അതായത് പ്രൈമറി വൈൻഡിങ്ങിനേക്കാളും ഏകദേശം 100 ടൈംസ് കൂടുതലായിരിക്കും സെക്കൻഡറി വൈൻഡിങ്സിലെ ടേൺസ്. ഈ പ്രൈമറി വൈൻഡിങ്ങിനെയും സെക്കൻഡറി വൈൻഡിങ്ങിനെയും കവർ ചെയ്തിട്ട് ഒരു സോഫ്റ്റ് അയൺ കവർ ഉണ്ടാവും. ഈ മുഴുവൻ യൂണിറ്റും ഒരു ഇൻസുലേറ്റഡ് കേസിലാണ് ഹോൾഡ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ ഇൻസുലേറ്റഡ് കേസിൻ്റെ ക്യാപ്പിൽ 3 ടെർമിനലാണ് ഉണ്ടാവുക. 2 പ്രൈമറി ടെർമിനലും ഒരു ഔട്ട്പുട്ട് ടെർമിനൽ അല്ലെങ്കിൽ ഹൈ ടെൻഷൻ ടെർമിനലും. ഈ പ്രൈമറി ടെർമിനലിൽ ഒരെണ്ണം ഇഗ്നീഷ്യൻ സ്വിച്ചുമായിട്ടും ഒരെണ്ണം കോണ്ടാക്ട് ബ്രേക്കറുമായിട്ടും കണക്റ്റഡ് ആയിരിക്കും. ഹൈ ടെൻഷൻ ടെർമിനലിൽ സ്പാർക്ക് പ്ലഗുമായിട്ടും കണക്റ്റഡ് ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ദ 2 ഫയറിംഗ് ഓർഡേഴ്സ് യൂസ്ഡ് ഓൺ 4 സിലിണ്ടർ ഇൻലൈൻ എൻജിൻസ് ആർ. ഓപ്ഷൻ എ, 1342 ആൻഡ് 1423. ഓപ്ഷൻ ബി, 1423 ആൻഡ് 1324. ഓപ്ഷൻ സി, 1324 ആൻഡ് 1243. ഓപ്ഷൻ ഡി, 1243 ആൻഡ് 1342. 4 സിലിണ്ടർ ഇൻലൈൻ എൻജിൻസിൽ യൂസ് ചെയ്യുന്ന 2 ഫയറിംഗ് ഓർഡർ
1243 1342 ആണ്. ആൻസർ ഓപ്ഷൻ ഡി. എന്താ ഫയറിംഗ് ഓർഡർ എന്ന് വെച്ചാൽ നമുക്കറിയാം മൾട്ടി സിലിണ്ടർ എഞ്ചിനിൽ ഡിഫറെൻറ്റ് സിലിണ്ടറിൽ ഡിഫറെൻറ്റ് ടൈംസിലാണ് ഫയറിംഗ് നടക്കുക. ഈ ഫയറിംഗ് നടക്കുന്ന സീക്വൻസിനെയാണ് നമ്മൾ ഫയറിംഗ് ഓർഡർ എന്ന് പറയുന്നത്. മൾട്ടി സിലിണ്ടർ എഞ്ചിനിൽ ഫയറിംഗ് നടക്കുന്ന സീക്വൻസിനെയാണ് ഫയറിംഗ് ഓർഡർ എന്ന് പറയുന്നത്. SI എഞ്ചിൻ്റെ കേസിലാണെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടർ സ്പാർക്ക് പ്ലഗിലേക്ക് കണക്ട് ചെയ്യുന്നത് ഈ ഫയറിംഗ് ഓർഡറിൻ്റെ സീക്വൻസിനനുസരിച്ചിട്ടായിരിക്കും. അതുപോലെ ഡീസൽ എഞ്ചിനിലാണെങ്കിൽ ഫ്യൂവൽ ഇഞ്ചക്ഷൻ നടക്കുന്നത് ഈ ഫയറിംഗ് ഓർഡറിൻ്റെ സീക്വൻസിനനുസരിച്ചിട്ടായിരിക്കും. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഫയറിംഗ് ഓർഡർ പ്രൊവൈഡ് ചെയ്യുന്നത്? ഫയറിംഗ് ഓർഡറിൻ്റെ അഡ്വാൻറ്റേജസ്: റെഡ്യൂസ്ഡ് എഞ്ചിൻ വൈബ്രേഷൻ, ബെറ്റർ എഞ്ചിൻ ബാലൻസിങ് ആൻഡ് ഈവൻ ഫ്ലോ ഓഫ് പവർ. ഇതൊക്കെയാണ് പ്രോപ്പർ ഫയറിംഗ് ഓർഡർ കൊണ്ടുള്ള മെയിൻ അഡ്വാൻറ്റേജസ്. ഇനി ഡിഫറെൻറ്റ് മൾട്ടി സിലിണ്ടർ എഞ്ചിൻസിൻ്റെ ഫയറിംഗ് ഓർഡറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ 3 സിലിണ്ടറിൻ്റെ ഫയറിംഗ് ഓർഡർ 132 ആണ്. 4 സിലിണ്ടറിൻ്റെ ഇൻലൈൻ ഫയറിംഗ് ഓർഡർ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു, 1342 ആൻഡ് 1243. 4 സിലിണ്ടർ ഹൊറിസോണ്ടൽ ഒപ്പോസിറ്റ് എഞ്ചിനാണെങ്കിൽ 1432 ആണ് ഫയറിംഗ് ഓർഡർ. അതുപോലെ 6 സിലിണ്ടർ ഇൻലൈൻ എഞ്ചിൻസിൻ്റെ ഫയറിംഗ് ഓർഡറാണ് ഈ തന്നിരിക്കുന്നത്. 8 സിലിണ്ടർ ഇൻലൈൻ എഞ്ചിൻസിൻ്റെ ഫയറിംഗ് ഓർഡറാണ് ഇത്. ഇതിൽ 4 സിലിണ്ടർ എഞ്ചിൻ്റെ വരെയെങ്കിലും ഫയറിംഗ് ഓർഡർ ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഇഗ്നീഷൻ ഇൻ എൻ എഞ്ചിൻ ഷുഡ് ഒക്കർ അറ്റ് ഓപ്ഷൻ എ TDC at the start of the compression stroke, option B TDC at the end of the compression stroke, option C BDC at the start of the power stroke, option D BDC at the end of the induction stroke. എഞ്ചിനിൽ ഇഗ്നീഷൻ നടക്കുന്നത് നമുക്കറിയാം കംപ്രഷൻ സ്ട്രോക്കിൻ്റെ എൻഡിലാണ്. ആൻസർ TDC at the end of compression stroke. ഇവിടെ തന്നിരിക്കുന്ന ഒരു 4 സ്ട്രോക്ക് എഞ്ചിൻ്റെ കേസ് നോക്കുക. ഫസ്റ്റ് സ്ട്രോക്ക് സക്ഷൻ, ദെൻ കംപ്രഷൻ സ്ട്രോക്കിൻ്റെ എൻഡിൽ ടോപ്പ് ഡെഡ് സെൻറ്റർ എത്തുന്നതിൻ്റെ തൊട്ട് മുന്നെയാണ് ഇഗ്നീഷൻ നടക്കുന്നത്. ദെൻ എക്സ്പാൻഷൻ സ്ട്രോക്ക്, ദെൻ എക്സോസ്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ദ റോട്ടർ ആം ഓഫ് എ കോയിൽ ഇഗ്നീഷൻ സിസ്റ്റം ഫിറ്റഡ് ടു എ 4 സിലിണ്ടർ 4 സ്ട്രോക്ക് എഞ്ചിൻ ഈസ് ഡ്രിവൺ അറ്റ് ഡാഷ്. ഓപ്ഷൻസ്: ട്വൈസ് എഞ്ചിൻ സ്പീഡ്, ഹാഫ് എഞ്ചിൻ സ്പീഡ്, ക്വാർട്ടർ എഞ്ചിൻ സ്പീഡ്. കോയിൽ ഇഗ്നീഷൻ സിസ്റ്റത്തിൽ ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ റോട്ടർ ആമിൻ്റെ റൊട്ടേഷൻ സ്പീഡ് എങ്ങനെയായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. 4 സ്ട്രോക്ക് എഞ്ചിനാണെങ്കിൽ റോട്ടർ ആം ഹാഫ് ദ എഞ്ചിൻ സ്പീഡിലാണ് റൊട്ടേറ്റ് ചെയ്യുക. 2 സ്ട്രോക്ക് എഞ്ചിനാണെങ്കിൽ സെയിം എഞ്ചിൻ സ്പീഡിലാണ് റൊട്ടേറ്റ് ചെയ്യുക. ഈ റോട്ടറും കോണ്ടാക്ട് ബ്രേക്കർ കാമും ഒരേ ഷാഫ്റ്റിൽ തന്നെയാണ് മൗണ്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും ഒരേ സ്പീഡിലായിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത്. ഈ ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ റോട്ടറാണ് മൾട്ടി സിലിണ്ടർ എഞ്ചിൻ്റെ കേസിൽ ഓരോ സിലിണ്ടറിൻ്റെയും സ്പാർക്ക് പ്ലഗിലേക്ക് ഹൈ ടെൻഷൻ വോൾട്ടേജ് സപ്ലൈ ചെയ്യുന്നത്. ഇത് 4 സ്ട്രോക്ക് എഞ്ചിൻ്റെ കേസിൽ എഞ്ചിൻ സ്പീഡിൻ്റെ പകുതി സ്പീഡിലായിരിക്കും റൊട്ടേറ്റ് ചെയ്യുക. 2 സ്ട്രോക്ക് എഞ്ചിൻ്റെ കേസിൽ എഞ്ചിൻ സ്പീഡിൻ്റെ സെയിം സ്പീഡിലായിരിക്കും റൊട്ടേറ്റ് ചെയ്യുക. നമ്മളെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് 4 സ്ട്രോക്ക് എഞ്ചിൻ്റെ കേസാണ്. അതുകൊണ്ട് ആൻസർ ഹാഫ് എഞ്ചിൻ സ്പീഡ്, ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ദ ഡിസ്ട്രിബ്യൂട്ടർ ഈസ് യൂസ്ഡ് ടു ഡിസ്ട്രിബ്യൂട്ട് the high voltage surges from the ignition coil to the spark plug. The distributor cap has segments around its circumferences equal to options: option A half the number of engine cylinders, option B the number of engine cylinders, option C double the number of cylinders, option D 4 times the number of engine cylinders. ഡിസ്ട്രിബ്യൂട്ടർ ക്യാപ്പിൻ്റെ സർക്കംഫറൻസിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ടെർമിനൽസിൻ്റെ എണ്ണം, അതായത് ഡിസ്ട്രിബ്യൂട്ടർ റോട്ടറിനെയും സിലിണ്ടറിൻ്റെ സ്പാർക്ക് പ്ലഗിനെയും കണക്ട് ചെയ്യുന്ന ടെർമിനൽസിൻ്റെ എണ്ണമാണ് ക്വസ്റ്റ്യൻ. എത്ര സിലിണ്ടേഴ്സ് ഉണ്ടോ അത്രയും എണ്ണം ടെർമിനൽസ് ആണ് ഡിസ്ട്രിബ്യൂട്ടർ ക്യാപ്പിൽ സാധാരണ പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻസർ ഓപ്ഷൻ ബി ദ നമ്പർ ഓഫ് എൻജിൻ സിലിണ്ടേഴ്സ്. ഈ ഡിസ്ട്രിബ്യൂട്ടർ ക്യാപ്പിലാണ് സ്പാർക്ക് പ്ലഗിലേക്ക് കണക്ട് ചെയ്യുന്ന ടെർമിനൽസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവുക. ഈ ഡിസ്ട്രിബ്യൂട്ടർ റോട്ടറിലേക്കുള്ള ഹൈ ടെൻഷൻ ടെർമിനൽ ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ സെൻറ്ററിലാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുക. ഇഗ്നീഷൻ കോയിലിൽ നിന്ന് ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ റോട്ടറിലേക്കുള്ള ഹൈ ടെൻഷൻ വോൾട്ടേജ് ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ സെൻറ്ററിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ടെർമിനലിലൂടെയാണ് കണക്ട് ചെയ്യുന്നത്. ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ സർക്കംഫറൻസിലേക്കായിട്ടാണ് സിലിണ്ടറിലേക്കുള്ള ടെർമിനൽസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ സർക്കംഫറൻസിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ടെർമിനൽസ് വഴിയാണ് റോട്ടറിൽ നിന്ന് സ്പാർക്ക് പ്ലഗിലേക്ക് വോൾട്ടേജ് സപ്ലൈ ചെയ്യുന്നത്. ഈ ടെർമിനൽസിൻ്റെ എണ്ണം സാധാരണ എഞ്ചിൻ സിലിണ്ടറിന് ഈക്വൽ ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ദ ഡ്വെൽ ഈസ് ഡാഷ്. ഓപ്ഷൻ എ the time for which the points remains closed, option B the distance between the cam lobes, option C the angle at which heel contact the cam, option D none of these.
എന്താണ് ഇഗ്നീഷ്യസ് സിസ്റ്റത്തിൻ്റെ കേസിൽ ഡ്വൽ? അതായത് നമ്മൾ പറഞ്ഞു കോണ്ടാക്റ്റ് ബ്രേക്കറിൻ്റെ ക്യാം റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ചിട്ടാണ് കോണ്ടാക്റ്റ് പോയിന്റുകൾ തമ്മിൽ കോണ്ടാക്റ്റിൽ വരികയും കോണ്ടാക്റ്റ് ഓപ്പൺ ആവുകയും ചെയ്യുന്നത്. അങ്ങനെ ഈ ഒരു തവണ കോണ്ടാക്റ്റിൽ വന്നിട്ട് അത് ഓപ്പൺ ആകുന്ന വരെയുള്ള ആ ഒരു പീരീഡിനെയാണ് നമ്മൾ ഡ്വൽ എന്ന് പറയുന്നത്. ആ ഒരു ടൈം പീരീഡാണ് ഡ്വൽ എന്ന് പറയുന്നത്. ഈ ഒരു ഫിഗറിൽ നോക്കുക, ഈ ഒരു ഫിഗറിൽ ഇത്രയും സമയം ബ്രേക്കർ പോയിൻറ്റ്സ് ഓപ്പൺ ആണ്. അതിനുശേഷം ഈ ഇത്രയും ഡ്യൂറേഷൻ ആ രണ്ട് പോയിൻറ്റ്സും ക്ലോസ്ഡ് ആണ്. വീണ്ടും ക്യാം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ വെച്ചിട്ട് ആ പോയിൻറ്റ്സ് ഓപ്പൺ ആവും. അങ്ങനെ ഈ ഒരു ഷെയ്ഡ് കാണിച്ചിരിക്കുന്ന അത്രയും സമയം എന്താണ്, കോണ്ടാക്റ്റ് പോയിന്റുകൾ ക്ലോസ് ആണ്. ആ ഒരു ടൈം പീരീഡിനെയാണ് നമ്മൾ ഡ്വൽ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു എത്ര സിലിണ്ടേഴ്സ് ഉണ്ടോ അത്രയും തവണ ഒരു റൊട്ടേഷനിൽ കോണ്ടാക്റ്റ് ബ്രേക്ക് ആവും. അതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് സിലിണ്ടേഴ്സ് കൂടുകയാണെങ്കിൽ ഈ ഡ്വൽ പീരീഡ് കുറയുകയാണ് ചെയ്യുക. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ എ, ദ ടൈം ഫോർ വിച്ച് ദ പോയിൻറ്റ്സ് റിമെയിൻസ് ക്ലോസ്ഡ്. കോണ്ടാക്റ്റ് ബ്രേക്കറിൻ്റെ പോയിൻറ്റ്സ് ഒരു തവണ ക്ലോസ് ചെയ്ത് രണ്ടാമത് ഓപ്പൺ ചെയ്യുന്നവരെയുള്ള ആ ഒരു ടൈം ഡ്യൂറേഷനെയാണ് നമ്മൾ ഡ്വൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡ്വൽ ഓൺ എ 6 cylinder engine compared to 4 cylinder engine is dash. ഓപ്ഷൻ എ മോർ, ഓപ്ഷൻ ബി ലെസ്, ഓപ്ഷൻ സി സെയിം, ഓപ്ഷൻ ഡി മേ ബി മോർ ഓർ ലെസ്. നമ്മൾ പറഞ്ഞു നമ്പർ ഓഫ് സിലിണ്ടേഴ്സ് കൂടുമ്പോൾ ഡ്വൽ പീരീഡ് കുറയുകയാണ് ചെയ്യുക. ആൻസർ ഓപ്ഷൻ ബി ലെസ്. 6 cylinder എഞ്ചിനിൽ 6 തവണ ഒരു റൊട്ടേഷനിൽ കോണ്ടാക്റ്റ് ബ്രേക്ക് ആവും. 4 cylinder എഞ്ചിനിൽ 4 തവണയാണ് ഒരു റൊട്ടേഷനിൽ കോണ്ടാക്റ്റ് ബ്രേക്ക് ആകുന്നത്. അതുകൊണ്ട് തന്നെ 4 cylinder എഞ്ചിനിലെ ഡ്വൽ പീരീഡ് കൂടുതലായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ നമ്പർ ഓഫ് ഇഗ്നീഷൻ കോയിൽ ഇൻ എ ഡിസ്ട്രിബ്യൂട്ടർ ലെസ് ഇഗ്നീഷൻ സിസ്റ്റം ഫോർ എ 6 cylinder എഞ്ചിൻ ഈസ് ഡാഷ്. ഓപ്ഷൻ എ 2, ഓപ്ഷൻ ബി 3, ഓപ്ഷൻ സി 6, ഓപ്ഷൻ ഡി 12. അപ്പോൾ എന്താണ് ഡിസ്ട്രിബ്യൂട്ടർ ലെസ് ഇഗ്നീഷൻ സിസ്റ്റം എന്ന് നോക്കാം. ഡിസ്ട്രിബ്യൂട്ടർ ലെസ് ഇഗ്നീഷൻ സിസ്റ്റത്തിൽ പേര് പോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടാവില്ല. ഹൈ ടെൻഷൻ വോൾട്ടേജ് കോയിൽ നിന്ന് ഡയറക്റ്റ് സിലിണ്ടറിൻ്റെ സ്പാർക്ക് പ്ലഗിലേക്കാണ് സപ്ലൈ ചെയ്യുന്നത്. ഈ സിസ്റ്റത്തിന് എൻജിൻ കൺട്രോൾ യൂണിറ്റ്സ് എന്നും ഇഗ്നീഷൻ കൺട്രോൾ യൂണിറ്റ്സ് എന്നും 2 കൺട്രോൾ യൂണിറ്റ്സ് ഉണ്ട്. ഈ 2 കൺട്രോൾ യൂണിറ്റ്സുമാണ് സ്പാർക്ക് ടൈമിംഗ് കൺട്രോൾ ചെയ്യുന്നത്. ഓരോ സിലിണ്ടറിനെയും സ്പാർക്ക് പ്ലഗിലെ സ്പാർക്ക് ടൈമിംഗ് കൺട്രോൾ ചെയ്യുന്നത് ഇഗ്നീഷൻ കൺട്രോൾ യൂണിറ്റും എൻജിൻ കൺട്രോൾ യൂണിറ്റുമാണ്. ഈ സിസ്റ്റത്തിൻ്റെ കേസിൽ നമ്പർ ഓഫ് ഇഗ്നീഷൻ കോയിൽ 1 കോയിൽ പെർ സിലിണ്ടർ ആവാം, അല്ലെങ്കിൽ ഈച്ച് പെയർ ഓഫ് സിലിണ്ടറിന് 1 കോയിൽ എന്നുള്ള തരത്തിലും ആവാം. സാധാരണ എത്ര സിലിണ്ടർ ഉണ്ടോ അത്രയും ഇഗ്നീഷൻ കോയിലാണ് ഡിസ്ട്രിബ്യൂട്ടർ ലെസ് ഇഗ്നീഷൻ സിസ്റ്റത്തിൽ ഉണ്ടാവുക. ഈ സിസ്റ്റത്തിൽ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ പൊസിഷനും എൻജിൻ സ്പീഡും 2 സെൻസർ വെച്ചിട്ടാണ് ഡിസൈഡ് ചെയ്യുന്നത്. ക്രാങ്ക് ഷാഫ്റ്റ് പൊസിഷൻ സെൻസറും ക്യാം ഷാഫ്റ്റ് പൊസിഷൻ സെൻസറും. ഈ 2 സെൻസറിൽ നിന്നുള്ള സിഗ്നൽസ് ഇഗ്നീഷൻ കൺട്രോൾ മോഡ്യൂളിൽ പ്രോസസ്സ് ചെയ്തിട്ടാണ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കോയിൽ എനർജൈസ് ചെയ്യുന്നത്. ഈ സിഗ്നൽസിനനുസരിച്ചിട്ട് ഏത് കോയിലാണോ എനർജൈസ് ചെയ്യേണ്ടത് ആ കറസ്പോണ്ടിങ് കോയിൽ സിസ്റ്റം എനർജൈസ് ചെയ്യും. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഡിസ്ട്രിബ്യൂട്ടർ ലെസ് ഇഗ്നീഷൻ സിസ്റ്റത്തിൽ 6 cylinder എഞ്ചിന് എത്ര ഇഗ്നീഷൻ കോയിൽസ് ഉണ്ടാവുന്നതാണ്. ആൻസർ ഓപ്ഷൻ സി 6. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ്ഡ് ടു ചെക്ക് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ കോണ്ടാക്റ്റ് ബ്രേക്കർ പോയിൻറ്റ്സ്. ഓപ്ഷൻസ് ഫീലർ ഗേജ്, വയർ ഗേജ്, മൈക്രോമീറ്റർ ഗേജ്, വെർനിയർ ഗേജ്. ആൻസർ ഓപ്ഷൻ എ ഫീലർ ഗേജ് ആണ്. കോണ്ടാക്റ്റ് ബ്രേക്കർ പോയിൻറ്റ്സിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് മെഷർ ചെയ്യുന്നത് ഫീലർ ഗേജ് വെച്ചിട്ടാണ്. ഫീലർ ഗേജ് നമുക്കറിയാം ഗ്യാപ്പ് വിടുത്ത് മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് ഫീലർ ഗേജ്. ഫീലർ ഗേജിൽ നമുക്കറിയാം വളരെ പ്രിസൈസ് തിക്നെസ് ഉള്ള സ്റ്റീൽ ബ്ലേഡ്സ് ആണ് ഉണ്ടാവുക. ഈ ഓരോ ബ്ലേഡിലും അതിൻ്റെ തിക്നെസ് മാർക്ക് ചെയ്തിട്ടുണ്ടാകും. ആ ഒരു ബ്ലേഡ് പർട്ടിക്കുലർ ഗ്യാപ്പിൽ ഇൻസേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ അതിൻ്റെ ഗ്യാപ്പ് വിടുത്ത് മെഷർ ചെയ്യുന്നത്.